പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കേറ്റം യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നാം കൃപയുടെ സമയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ വെളിപ്പെടുത്തിയ ആ വലിയ കരുണയെക്കുറിച്ച് നാം അനുസ്മരിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് കരുണ ചൊരിഞ്ഞ നിമിഷങ്ങളെ ഓർത്ത് നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കാം. കർത്താവ്, എൻ്റെ ജീവിതം അത് പൂർണ്ണമായും അങ്ങയുടേതാണ്. എൻ്റെ ജീവിതത്തിൽ അങ്ങ് പ്രവർത്തിക്കുമ്പോൾ പോലും ഞാൻ പലപ്പോഴും തിരിച്ചറിയാറില്ല. പല അവസരങ്ങളിലും എന്തുകൊണ്ടാണ് നീ എൻ്റെ ജീവിതത്തിലേക്ക് ഇതുപോലെ കരുണ വർഷിച്ചത് എന്ന് തിരിച്ചറിയുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അത്രമാത്രം പാപം ചെയ്ത് അങ്ങിൽ നിന്നും അകന്നുപോയ ഒരു വ്യക്തി എന്ന നിലയിൽ എന്തുകൊണ്ടാണ് ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും അങ്ങ് കരുണ വർഷിക്കുന്നത്? അതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുമ്പോൾ കർത്താവേ, ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, നീ എല്ലാവരോടും ക്ഷമിക്കുന്നവനാണ്, എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്, എല്ലാവർക്കും വേണ്ടി തന്നെ തന്നെ സമർപ്പിച്ചവനാണ്. എന്നാൽ ഈ കൃപയുടെ തിരുമണിക്കൂറിൽ നാം ഓരോരുത്തരുമായിരിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ വായിച്ച് നമുക്ക് ധ്യാനിക്കാം. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെപ്പറ്റി താല്പര്യമില്ലാത്തത് കൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവിനെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്. അവയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരു ആട്ടിപ്പറ്റവും ഒരു ഇടയനുമാകും. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വമനസ്സ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. പ്രിയമുള്ളവരെ, ഈ ഒരു സുവിശേഷ ഭാഗം പലപ്പോഴും നമ്മൾ വായിച്ച് കേട്ടിട്ടുള്ള ഒന്നാണ്. പലപ്പോഴും ഇടയനായ കർത്താവിൻ്റെ ചിത്രം നമ്മുടെ ഓരോരുത്തരെയും വീടുകളിൽ ചുമരുകളിൽ നമ്മൾ തൂക്കാറുണ്ട്. എന്തിനു വേണ്ടിയാണ് ആ ഒരു ചിത്രം നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ തൂക്കിയിടുന്നത്? അത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. എൻ്റെ ഇടയനായി എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ഇടയനായി കർത്താവ് എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ വഴിതെറ്റിപ്പോകുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നെ മറ്റുള്ളവർ പിച്ചു ചീന്തുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. മറ്റുള്ളവരാൽ ആക്രമിക്കപ്പെടുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. മറിച്ച് നമ്മളെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പൂർണ്ണമായ സംരക്ഷണം അവിടുന്ന് പ്രദാനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സംരക്ഷണം എത്ര വലുതാണ് എന്നാണ് ഇത് നമ്മളെ കാണിച്ചു തരിക. സ്വന്തം ജീവൻ പോലും ബലിയർപ്പിച്ചുകൊണ്ട് നമ്മളെ വീണ്ടെടുക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് പൂർണ്ണമായി അകന്നുപോയ ഒരു തലമുറയെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് കർത്താവ് കടന്നു വന്നത് എന്ന് പറയുമ്പോൾ തന്നെ അതിൽ തന്നെ വ്യക്തമാകുന്ന ഒരു കാര്യമാണ് കർത്താവിൻ്റെ സ്നേഹവും കരുണയും. കാരണം ആ ഒരു തലമുറ ഒത്തിരിയേറെ പാപം ചെയ്തവരാണ്, ദൈവത്തെ ഉപേക്ഷിച്ചവരാണ്, ദൈവം ചെയ്ത കാര്യങ്ങൾ മനഃപൂർവ്വം മറന്ന് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി പോയവരാണ്. അങ്ങനെയുള്ള ആ
ജനതയെ വീണ്ടെടുക്കുവാൻ വേണ്ടി കർത്താവിനെ ഈ ലോകത്തിലേക്ക് പിതാവായ ദൈവം അയക്കുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ആരാണെങ്കിലും സമ്മതിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചതുകൊണ്ട് അവൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നു. അവന് പിതാവിനെ അറിയാമായിരുന്നു, പിതാവിന് പുത്രനെയും അവർ തമ്മിലുള്ള ഐക്യം അത്ര വലുതായിരുന്നു. അതുകൊണ്ട് തൻ്റെ പിതാവിൻ്റെ മനസ്സെന്താണ് എന്ന് മനസ്സിലാക്കുവാൻ യേശുവിന് സാധിച്ചു. എൻ്റെ പിതാവ് എന്നിലൂടെ എന്താണ് ആഗ്രഹിക്കുന്നത്, എൻ്റെ ജീവിതത്തിലൂടെ എൻ്റെ പിതാവ് എന്ത് നേടുവാനാണ് ആഗ്രഹിക്കുന്നത്, അത് പുത്രനായ ദൈവത്തിന് പൂർണ്ണമായ അറിവുണ്ടായിരുന്നു, ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ആടുകൾക്ക് വേണ്ടി എൻ്റെ സ്വന്തം ജീവൻ പോലും ഞാൻ ബലിയർപ്പിക്കും എന്ന് അവൻ പറഞ്ഞത്. അതോടൊപ്പം ഈ ജനതയുടെ ഇടയന്മാരായി കരുതിയിരുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. പക്ഷേ അവരുടെ സ്വഭാവം എന്താണ്? ഒരു ചെന്നായ കടന്നു വന്നു കഴിഞ്ഞാൽ സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ആടുകളെ ഉപേക്ഷിക്കുന്ന കൂലിക്കാരെ പോലെയാണ് അവർ എന്ന് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ നോക്കാറുള്ളത് സ്വന്തം ജീവനിലേക്കാണ്. നമ്മുടെ ജീവൻ മറന്നുകൊണ്ട് നമ്മൾ മറ്റൊന്നും ചെയ്യാറില്ല. എന്നാൽ സ്വന്തം ജീവൻ പോലും വെടിഞ്ഞും നമ്മളെ രക്ഷിക്കുവാനും നമ്മളെ വീണ്ടെടുക്കുവാനും ആഗ്രഹിച്ചവനാണ് കർത്താവ്. അതുകൊണ്ടാണ് കർത്താവിനെ നല്ല ഇടയൻ എന്ന് നമ്മൾ വിളിക്കുക. ഇടയന്മാരുടെ പ്രത്യേകത എന്താണ്? അവൻ ആടുകളെ തിരിച്ചറിയുന്നു. ആ ആടുകൾക്ക് പോലും ആ ഇടയൻ്റെ സ്വരം തിരിച്ചറിയാൻ സാധിക്കും. എത്ര അകലെയാണെങ്കിലും ആ ഇടയൻ്റെ സ്വരമൊന്ന് കേട്ട് കഴിഞ്ഞാൽ ആടുകൾ തിരിച്ചറിയും. അത് എത്രമാത്രം ആളുകൾ അവിടെ ഉണ്ടെങ്കിലും അവരുടെ ഇടയിൽ നിന്ന് പോലും സ്വന്തം ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയുവാൻ ആടുകൾക്ക് കഴിയും. കാരണം ആ ആടുകൾ ഇടയനോടൊപ്പം ചരിക്കുന്നവരാണ്, ആ ഇടയനോടൊപ്പം വസിക്കുന്നവരാണ്. അതിനാൽ തന്നെ ഇടയനുമായ ഗാഢമായ ഒരു ബന്ധമുണ്ട്. അതിന് സാഹചര്യമൊരുക്കിയവനും ഇടയനാണ്. കാരണം ഇടയൻ അതുപോലെ അവരുടെ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുകയും അവരോടൊപ്പമായിരിക്കുകയും എപ്പോഴും അവരുടെ ക്ഷേമം മാത്രം അന്വേഷിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് കർത്താവ് പറയുന്നത്, ഞാൻ നല്ല ഇടയനാണെന്ന്. പ്രിയമുള്ളവരെ, അതുപോലെയുള്ള ഒരു ചുമതല തന്നെയല്ലേ നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് നൽകിയിട്ടുള്ളത്. ഒരു നല്ല ഇടയനായിട്ട് മാറുക, നമ്മുടെ കൂടെയുള്ളവരെ മനസ്സിലാക്കുന്നവരായിട്ട് മാറുക, നമ്മുടെ കൂടെയുള്ളവരുടെ ആവശ്യങ്ങൾ തിരിച്ചറിയുന്നവരായിട്ട് മാറുക, നമ്മുടെ കൂടെയുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നവരാകുക. ഒരാപത്ത് വരുമ്പോൾ ഉപേക്ഷിക്കാതെ കൂടെ ഞാനുണ്ട് എന്ന ഒരു ധൈര്യം പകരുന്നവരായിട്ട് മാറുക. ഇവിടെ യേശുനാഥൻ ചെയ്തതും അതാണ്. അവരുടെ ഇടയിൽ നല്ലൊരു ഇടയനായിട്ട് മാറി. നിങ്ങളുടെ ജീവിതത്തിൽ ഞാനൊരു സംരക്ഷണത്തിൻ്റെ കോട്ട തന്നെ കെട്ടുന്നു എന്ന ഉറപ്പ് അവർക്ക് നൽകി. അതുകൊണ്ട് തന്നെ യാതൊന്നും ഭയക്കാതെ മേഞ്ഞു നടക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ലഭിച്ചു. കാരണം ഞങ്ങൾ നല്ല ഇടയനായി യേശുവിൻ്റെ സംരക്ഷണത്തിന് കീഴിലാണ്. അതുകൊണ്ട് തന്നെ ഒന്നിനും ഞങ്ങളെ ആക്രമിച്ച് തോൽപ്പിക്കുവാൻ സാധിക്കില്ല എന്ന ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. ആ ഒരു ഉറപ്പ് നമ്മുടെ കൂടെയുള്ളവർക്കും കൊടുക്കുവാൻ നമ്മളും ബാധ്യസ്ഥരാണ്. യേശുവിൻ്റെ ആ ഒരു വലിയ മാതൃക ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്നവരെ സംരക്ഷിക്കുവാനും അവരുടെ ജീവിതത്തിൽ വലിയൊരു പ്രത്യാശയുടെ രൂപമായിട്ട് മാറുവാനും നമുക്ക് സാധിക്കണം. പ്രത്യാശയുടെ രൂപം എന്ന് പറയുമ്പോൾ എന്തിനും എൻ്റെ കൂടെ ആ വ്യക്തി ഉണ്ടാകുമെന്ന ഒരു ഉറപ്പാണത്. പ്രിയമുള്ളവരെ, യേശുനാഥൻ നമുക്ക് നൽകുന്ന ഉറപ്പും അതാണ്. നിൻ്റെ ജീവിതത്തിൽ എന്ത് വിഷമതകൾ ഉണ്ടായാലും നീ പേടിക്കേണ്ട കാര്യമില്ല, നിനക്ക് ഞാനുണ്ട് കൂടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആശ്വാസം പകരുന്നതും അതുതന്നെയല്ലേ, നമ്മളെ ശ്രവിക്കുവാൻ ഒരാളുണ്ടെന്ന ബോധ്യം, നമ്മളെ അറിയുന്ന ഒരാളുണ്ടെന്ന സത്യം, നമ്മളെ എപ്പോഴും കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി നമ്മുടെ ചുറ്റും നമ്മുടെ സംരക്ഷണമായി കൂടെയുണ്ട് എന്ന ബോധ്യം. അതാണ് നമ്മൾ ഓരോരുത്തരെയും മുന്നോട്ട് നയിക്കുക. അതോടൊപ്പം തന്നെ യേശു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്, അവയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു എന്ന്. യേശുവിൽ വിശ്വസിക്കാതെ, യേശുവിൻ്റെ വചനം ശ്രവിക്കാതെ, യേശുവിനെ അനുസരിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു തലമുറ ഇന്നുമുണ്ട് എന്നുള്ളതാണ് സത്യം. ഒരുപക്ഷെ വിശ്വാസികളായ മാതാപിതാക്കൾക്ക് ഒട്ടും വിശ്വാസമില്ലാത്ത മക്കളുണ്ടാകാം.
അല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ പലരും പൂർണ്ണമായ വിശ്വാസം പ്രകടമാക്കാത്തവരായിരിക്കാം. അങ്ങനെയുള്ള ആളുകളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടവരാണ്. യേശുവിൻ്റെ കാലത്തും യേശുവിനെ വിശ്വസിച്ച ഒത്തിരിയേറെ ആളുകളുണ്ടായിരുന്നു. അതേസമയം അവനുള്ള വിശ്വാസം പൂർണ്ണമായി തള്ളിക്കളഞ്ഞ ഒത്തിരിയേറെ ആളുകളുണ്ടായിരുന്നു. ആദിമസഭയുടെ സമയത്തും അതുതന്നെയാണ്. ഒത്തിരിയേറെ യഹൂദർ യേശുവിൽ വിശ്വസിച്ചു. അതോടൊപ്പം തന്നെ ഒത്തിരിയേറെ ആളുകൾ യേശുവിൽ നിന്നും അകന്നു നിന്നു. അവനെയാണ് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിച്ചിരുന്ന രക്ഷകൻ എന്ന് അംഗീകരിക്കുവാൻ മനസ്സില്ലാതെ ആ രക്ഷകൻ എന്ന സ്ഥാനം പൂർണ്ണമായും എടുത്തു മാറ്റിക്കൊണ്ട് തങ്ങളിൽ ഒരുവനായിട്ട് മാത്രം കരുതിയ ഒത്തിരിയേറെ ആളുകളുണ്ടായിരുന്നു. എന്നാൽ യേശുവിനെ അറിയുകയും യേശുവിനെ അനുഭവിക്കുകയും ചെയ്ത ഒത്തിരിയേറെ ആളുകൾ യേശുവാണ് ഞങ്ങളുടെ ഏക രക്ഷകൻ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തിലൂടെ മറ്റുള്ളവരെയും യേശുവിലേക്ക് അടുപ്പിക്കുവാൻ പരിശ്രമിച്ചു കൊണ്ടിരുന്നു. ആദിമ ക്രൈസ്തവ സഭ അതുപോലെ യേശുവിന് വേണ്ടി നിലകൊണ്ടതുകൊണ്ടാണ് ഇന്നും അനേകർ യേശുവിലേക്ക് കടന്നു വരുന്നത്. യേശുവിന് വേണ്ടി ശബ്ദമുയർത്തിയതുകൊണ്ടാണ് ഇന്നും അനേകർ യേശുവിനെക്കുറിച്ച് അറിയുന്നത്. യേശുവിൻ്റെ ശിഷ്യന്മാർ തങ്ങൾക്കുണ്ടായിരുന്ന അനുഭവങ്ങളെല്ലാം ഒരു പുസ്തകമായി നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചതുകൊണ്ടാണ് ആ വചനത്തിലൂടെ യേശുവിനെ അറിയുവാൻ നമുക്ക് സാധിക്കുന്നത്. ഓരോ തവണയും കർത്താവിൻ്റെ വചനം വായിക്കുന്ന ആ നിമിഷങ്ങളിൽ തന്നെ ആ യേശുവിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നതും അതുകൊണ്ടാണ്. അത് ദൈവത്താൽ പ്രേരിതമായി എഴുതപ്പെട്ട ഒന്നായതുകൊണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് നല്ല ഇടയനായിട്ട് മാറുമ്പോൾ ആ കർത്താവിൻ്റെ നല്ല ആടുകളായിട്ട് മാറുവാനുള്ള ഒരു വിളി നമുക്ക് കർത്താവ് നൽകുന്നുണ്ട്. ആ ഇടയനെ പൂർണ്ണമായും അറിയുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറണം. കർത്താവിൻ്റെ സ്വരം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ആടുകളുടെ ഇടയനെ ഏത് അവസ്ഥയിലും തിരിച്ചറിയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും ആ കർത്താവിൻ്റെ സ്വരം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. കർത്താവ് വചനത്തിലൂടെ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ വചനം അത് എന്നോട് തന്നെ പറയുന്നതാണ് എന്ന പൂർണ്ണമായി ബോധ്യത്തിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ഈ വചനത്തിലൂടെ എന്നോടാണ് കർത്താവ് സംസാരിക്കുന്നത്, എന്നോടാണ് അവൻ അവിടുത്തെ സ്നേഹം പങ്കുവയ്ക്കുന്നത്. ആ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിച്ചാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം രീതിയിൽ വേദനകൾ കടന്നു വന്നാലും അവിടെ ഒന്നും നമ്മൾ തളർന്നു പോകില്ല. കാരണം നമുക്ക് പൂർണ്ണമായ ഒരു ബോധ്യമുണ്ട്, എൻ്റെ ഇടയനായ കർത്താവ് എനിക്ക് വേണ്ടി പൊരുതും. എൻ്റെ ഇടയനായവൻ എൻ്റെ കൂടെയുണ്ട്, അവൻ എൻ്റെ കൈ പിടിച്ച് എന്നെ ഉയർത്തും. എത്ര താഴ്ചയിലേക്ക് ഞാൻ നിബന്ധിച്ചാലും അവിടെ നിന്നെല്ലാം ഉയർന്നു വരാനുള്ള ശക്തി എൻ്റെ ഇടയൻ എനിക്ക് പ്രദാനം ചെയ്യും എന്ന ബോധ്യത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കും. പ്രിയമുള്ളവർ, ഇന്ന് ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഒരിക്കൽ കൂടി ആ നല്ല ഇടയനായ കർത്താവിൻ്റെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. അവൻ എൻ്റെ ജീവിതത്തിൽ എപ്രകാരമാണ് ഒരു ഇടയനായിട്ട് മാറുന്നത്? ആ ഇടയൻ്റെ നല്ലൊരു ആടായി മാറുവാൻ എനിക്ക് സാധിക്കാറുണ്ടോ? ഇടയനെ അറിയുകയും അവൻ്റെ സ്വരം ശ്രവിക്കുകയും അവൻ പറയുന്ന ഓരോ കാര്യങ്ങളും അനുസരിച്ച് നേരായ വഴിയിലൂടെ ചരിക്കുവാനും എനിക്ക് സാധിക്കാറുണ്ടോ? അതോ കർത്താവ് നൽകുന്ന മുന്നറിയിപ്പുകൾ പൂർണ്ണമായും അവഗണിച്ച് വീണ്ടും വീണ്ടും പാപത്തിലേക്ക് വീണു പോകുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? പാപകരമായ സാഹചര്യത്തിലൂടെയാണ് നീ കടന്നു പോകുന്നത് എന്ന് പൂർണ്ണമായ മുന്നറിയിപ്പ് നൽകിയിട്ടും അതെല്ലാം അവഗണിച്ചുകൊണ്ട് ആ പാപത്തിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് മാപ്പപേക്ഷിക്കാം. നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ തമ്പുരാന് നമുക്ക് വ്യക്തിയെ നന്ദി അർപ്പിക്കാം. കർത്താവെ, തുടർന്നും ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ അങ്ങ് കരുണ ഭക്ഷിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവ് കരുണ ചൊരിയുമ്പോൾ അത് എത്രമാത്രം യോഗ്യതയോടുകൂടിയാണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്ന് നമ്മളെ തന്നെ ഒന്ന് ചോദിച്ച് വിലയിരുത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. പലപ്പോഴും അയോഗ്യരായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവിടുത്തെ വലിയ ദയയാലാണ് അവിടുത്തെ കരുണ വർഷിക്കപ്പെടുന്നത്. ആ ഒരു ബോധ്യത്തോടെ നിരന്തരം കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കുവാൻ പരിശ്രമിക്കാം. കർത്താവിൻ്റെ ആശീർവാദം ഏറ്റുവാങ്ങുമ്പോൾ ഇന്നുവരെ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ചൊരിഞ്ഞിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് പ്രത്യേകം നന്ദി അർപ്പിക്കുകയും ചെയ്യാം.
യേശുവേ നന്ദി പറയുന്ന കർത്താവേ, നന്ദി 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 നല്ലവനെ, 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 നന്ദി നല്ലവനെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.